Thank you.
നമ്മുടെ
കർത്താവ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത് എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഭവിക്കട്ടെ. എല്ലാവരും സമയം ആയിരിക്കുക. സ്നേഹം നിറഞ്ഞ കുറുമ്പിലേക്ക് രണ്ടാവശ്യം പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള മക്കളെ, പ്രിയപ്പെട്ട ലിബിൻ, സിനി, മറ്റ് കുടുംബാംഗങ്ങളെ, ഈ അനുഗ്രഹീതമായ വിശുദ്ധ കൂദാശയെ സംബന്ധിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും ലഭിക്കുന്നതായ ഈ സവിശേഷമായ സമയത്ത് പ്രത്യേകിച്ചും പരിശുദ്ധ സഭയുടെ വിവാഹത്തെക്കുറിച്ചുള്ളതായ ദർശനം ചുരുക്കമായിട്ടെങ്കിലും നമ്മുടെ മക്കളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. സഭയിൽ വിവാഹം എന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രതീകമായിട്ട് ഉള്ള ഒരു അനുഭവമാണ്. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ പോലെ തന്നെ ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ പിന്നീട് ദൈവം അവർക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന മക്കളും അവരൊരുമിച്ച് ചേർന്ന് അങ്ങനെ ത്രിത്വത്തിൻ്റെ മഹാരഹസ്യത്തിൽ പങ്കുചേർന്ന് അവർ ഈ ലോകത്തിൽ ജീവിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നതാണ് സഭയുടെ ദർശനം. തീർച്ചയായും ചിലപ്പോൾ ചോദിച്ചേക്കാം, അവർ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? അപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇവിടെ വരുന്നതിൻ്റെ അർത്ഥം തന്നെ അത് തന്നെയല്ലേ, വിവാഹം കഴിക്കുവാനാണല്ലോ. പക്ഷെ അതല്ല, സഭയെ സംബന്ധിച്ച് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയും അതുപോലെ തന്നെ പഠിപ്പിക്കലും ഈ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സമ്മതത്തിൻ്റെ മേലാണ് ഈ വിവാഹ ജീവിതം ഉറപ്പിക്കപ്പെടുന്നത്. നൽകനകൾ നൽകുന്നത് ഈ മനസ്സമ്മതത്തിൻ്റെ മേലാണ്. അവരുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടും പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ മനസ്സോടും കൂടി അവരെ അന്യോന്യം സ്വീകരിക്കുവാൻ യേശു ക്രിസ്തുവിൽ അവർ തീരുമാനമെടുത്തു. അപ്പോൾ ആ തീരുമാനത്തെ കർത്താവ് ആശീർവദിച്ച് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് മോതിരങ്ങൾ നൽകി, തുടർന്ന് അവർക്ക് കിരീടങ്ങൾ ആശീർവദിച്ച് നൽകും. അങ്ങനെ ഈ കൂദാശ പൂർത്തീകരിക്കും. ഈ മക്കളെ ഒലിപ്പിക്കുന്നതിന് അതിൻ്റെ നടുവിലുള്ളതായ ആള് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അന്യോന്യം സ്നേഹിക്കുവാനാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. നിന്റെ ദൈവമായ ഭാവനെ പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി നീ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരൻ നീ സ്നേഹിക്കണം എന്ന കൽപ്പന. നമുക്കറിയാമല്ല, നമുക്ക് വേണ്ടി രക്ഷകനായ ദൈവം ഈ ലോകത്തിൽ അവതരിച്ച് തൻ്റെ അവസാനത്തെ തുള്ളി രക്തം പോലും എനിക്ക് വേണ്ടി വാർത്തൊഴിക്കുവാനായിട്ട് അവിടുന്ന് സന്മനസ്സായെങ്കിൽ എൻ്റെ വിലയും നിലയും ഞാൻ എത്രമാത്രം വിലപിടിപ്പുള്ളവരും അതുപോലെ തന്നെ സ്നേഹയോഗ്യനുമാണ് എന്ന് നമുക്ക് മനസ്സിലാവും അവിടെ. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം വിവാഹത്തിൻ്റേത് നിങ്ങളുടെ മധ്യസ്ഥൻ ആയിരിക്കുന്നവൻ യേശു ആയിരിക്കും. യേശുവിൻ്റെ മുഖത്ത് നോക്കാതെ ജീവിത പങ്കാളിയുടെ മുഖത്ത് നോക്കിയാൽ അത് പിന്നെ ഓരോ പരിഭവങ്ങളുടെ ആകെത്തുകയായി മാറി അത് പിന്നെ അവസാനം പരാജയത്തിൽ ചെന്നെത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് കുടുംബജീവിതം വിജയിക്കുന്നത്? എല്ലാം വിജയപ്രദമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്നത് കൊണ്ടാണോ? അല്ല. അതിൻ്റെ പിറകിലുള്ള ഒരു ചേതോ വികാരമുണ്ട്, അതിൻ്റെ പിറകിലുള്ള ഒരു സത്യമുണ്ട്. ആ സത്യം ഇതാണ്: ഞാൻ എൻ്റെ ഭർത്താവിനെ കാണുന്നതിന് മുമ്പ്, ഞാൻ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി അവളെ ഒരുക്കിയ, എനിക്ക് വേണ്ടി അദ്ദേഹത്തെ ഒരുക്കിയ എൻ്റെ ദൈവത്തെ ഞാൻ കാണുന്നു, എൻ്റെ യേശുവിനെ ഞാൻ കാണുന്നു എന്നത്. അപ്പോൾ ഈ കർത്താവിനെ കണ്ടുകൊണ്ട് നമ്മൾ അന്യോന്യം സ്നേഹിക്കുവാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തയ്യാറായാൽ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കത്തില്ല. ഇത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, അത് ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്.
മക്കളിവിടെ ശ്രദ്ധിച്ചാലും അവനെ അതൊന്നും പിന്നില്ല. പിന്നെ എടുക്കാതെ. അപ്പോ ഈ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തെ കാണാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അത് അപകടം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വൈദികരും സന്യസ്തരുമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാത്ത ഒത്തിരിയേറെ ക്ലേശങ്ങളും വേദനകളും ഭാരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവയെ നമുക്ക് എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ സാധിക്കുക? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളുടെ വികാരിയച്ഛനെ നിങ്ങൾ എങ്ങനെയാണ് പരിചരിക്കുന്നത്, സ്നേഹിക്കുന്നത്? കുറേ പേര് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, കുറേ പേര് ഒരു കാര്യമില്ലെങ്കിലും വെറുതെ കുറ്റങ്ങൾ പറയും. എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിരിക്കുകയാണ് വികാരിയച്ഛൻ്റെ മേൽ കുതിര കയറുവാനായിട്ട്. ഇവിടെ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ പൊതുവേ ഞാൻ കാണുന്ന ഒരു ശൈലിയാണ് പറയുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കുക? സ്വീകരിക്കാൻ സാധിക്കുന്നത് നിങ്ങളെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ യേശുവിനെ കണ്ടു എന്നുള്ളതുകൊണ്ടാണ്. കർത്താവിനെ കാണുവാൻ ഒരുവന്റെ കണ്ണുകൾക്ക് ബലമുണ്ടെങ്കിൽ പിന്നെ എല്ലാം വളരെ എളുപ്പമാണ്. കർത്താവിനെ കാണുന്നില്ലെങ്കിലോ ഇതൊക്കെ വെറും യാന്ത്രികമായിട്ട് അവസാനിക്കും. ഇതൊക്കെ സംഘടനാപരമായ തലത്തിൽ അത് അവസാനിക്കും. അത് ദുഃഖവും നെടുവീർപ്പും കണ്ണുനീരും മാത്രമായിരിക്കും നമുക്ക് തരിക. എന്നാൽ ഇവിടെ വേദനകളുണ്ടെങ്കിലും നമുക്ക് പ്രത്യാശയും സന്തോഷവും തരും. കാരണം എന്താണ്? ഈ ജനത്തിൻ്റെ കുറവുകൾ അതേറ്റെടുക്കുവാനായിട്ട് ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു, എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഈ അൾത്താരയുടെ മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ വലിയ നിയോഗം. പ്രിയപ്പെട്ട മക്കളെ, ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എത്രയൊക്കെ നന്മകൊണ്ട് നിറഞ്ഞവരാണ് എന്ന് പറഞ്ഞാലും മാനുഷികമായ എല്ലാ കുറവുകളും ഉള്ളവരാണ് നിങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ തരത്തിലും. കാരണം ഇവിടെ പൂർണ്ണതയുള്ള ആരും തന്നെയില്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പൂർണ്ണത നമ്മൾ കൈവരിക്കുന്നത് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കടന്ന് കർത്താവിനെ ഇതാ സ്വർഗരാജ്യത്തിൽ കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണത ലഭിക്കുക. അപ്പോൾ അതുവരെയും നമ്മുടെ ജീവിതത്തിൽ പരിമിതികളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ പരിമിതികളെ അതിജീവിക്കാനായിട്ടുള്ള ശേഷിയും ശേഷിയും കൃപയും എല്ലാം നിങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. അതിനായിട്ടാണ് ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവത്തെ നിങ്ങൾ കാണണം എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നില്ലേ? നാം ഈ കാലഘട്ടങ്ങളിൽ പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ മനുഷ്യരുടെ അഭിപ്രായങ്ങളും അതല്ലെങ്കിൽ ജീവിതങ്ങളെയൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യൻ അവനെ തന്നെ സ്നേഹിക്കുന്നില്ല. അവനെ സ്നേഹിക്കാത്തത് കൊണ്ട് അവൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മളെ സ്നേഹിക്കുന്നില്ല. എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെ ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ അപ്പനോ അമ്മയോ ഒക്കെ നമ്മളെ ഒരുപക്ഷേ കണക്കില്ലാതെ നമ്മളെ ശിക്ഷിച്ചതിൻ്റെയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയതിൻ്റെയോ ഒക്കെ മുറിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. ഞാൻ അതിലെ കൊള്ളരുതാത്തവനാണ്. അതിൻ്റെ ഒരു വാശിയായിട്ടാണ് മനുഷ്യൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഞാൻ എന്നെ സ്നേഹിക്കാൻ പഠിക്കണം. എൻ്റെ ജീവിതത്തിലെ ഈ അനുഭവങ്ങളൊന്നും എനിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാനതിനെ ഉൾക്കൊള്ളണം. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിനാല് പോലും കൊഴിയുന്നില്ല എന്ന ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ദൈവികമായി സ്വീകരിച്ചുകൊണ്ട് ദൈവം നമ്മളെ വളർത്തി വലുതാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതല്ല എങ്കിൽ നമുക്കെന്നും പരിദേവനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരോടുമൊക്കെ വേദനയും വെറുപ്പും മറുതലിപ്പിൻ്റെയും ഒക്കെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് നമുക്ക് ജീവിക്കാം. അവനെ ആർക്കും തൊടാൻ പാടില്ലാതെ ഒരു ജീവച്ചവം പോലെ കിടന്നവനെ എടുത്ത് പരിചരിച്ച് അവൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മേ, ഞാൻ എന്നെ ജനിപ്പിച്ച മാതാപിതാക്കളെയും
എന്നെ ഇങ്ങനെയൊക്കെ ആക്കിത്തീർത്തതായ സമൂഹത്തെ ശപിച്ചുകൊണ്ട്, സൃഷ്ടിച്ച ദൈവത്തെ ശപിച്ചുകൊണ്ട് ഞാൻ ഈ ലോകത്തിൽ നിന്നും ഒരുപക്ഷെങ്കിൽ കടന്നു പോകേണ്ടവനാണ്. എന്നാൽ ഇന്ന് ഞാൻ കടന്നു പോകുന്നത് അമ്മയിലൂടെ ഞാൻ കണ്ട ദൈവത്തെയാണ്. ഈ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട്, എനിക്ക് ജന്മം തന്ന എൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരോട് നന്ദി വാക്കുകൾ പറഞ്ഞ് ഞാൻ ഈ ലോകത്തോട് യാത്രയാവുകയാണ്. ഇതാണ് ജീവിതത്തിലെ ഏതൊരനുഭവവും പ്രിയപ്പെട്ട മക്കളെയും. അതിന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവൻ നമ്മളെ ആ രീതിയിലാണ് ഒരുക്കിക്കൊണ്ട് പോകുന്നത്. ഇന്നലത്തെ പത്രം നിങ്ങൾ വായിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാർത്തിക എന്ന് പറയുന്ന ഒരു മകളെപ്പറ്റി മനോരമ യിലെ പത്രത്തിൽ അവിടെ ഒരു പ്രതിപാദനം ഉണ്ടായിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒന്നൊന്നായിട്ട് നഷ്ടപ്പെടുകയാണ്. 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട ഈ മകള്, അവളുടെ സഹോദരനും അവളുടെ മാതാവും പിതാവും അവളെ നന്നായിട്ട് പരിചരിച്ച് ഈ കഴിഞ്ഞ തവണത്തെ +2 പരീക്ഷയിൽ 600 മാർക്കും വാങ്ങിച്ച മിടുക്കിയായ ഒരു പ്രിയപ്പെട്ട മകളുടെ കഥയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിമിതികൾ, അത് പരിമിതിയാണെന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നിയാൽ പരിമിതിയാണ്. അതെല്ലാം സാധ്യതകളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള സ്നേഹം, ആ ബന്ധം, അപ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയും. നമ്മളെ സ്നേഹിക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. 3ാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രത്യേകിച്ച് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്ന കാര്യമാണ്. കുടുംബജീവിതത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കുരിശ് വരച്ച് എന്തൊക്കെയോ ഉരുവിടുന്നതാണ് പ്രാർത്ഥനയെന്ന് ദൈവീത് ആരും തെറ്റിദ്ധരിക്കരുത്. ദൈവത്തോട് സമയം, ദൈവത്തിൻ്റെ മുമ്പിൽ സമയം ചിലവഴിക്കുന്നതാണ്. ഹൃദയങ്ങൾ ഒന്നാവുന്നത് ദൈവം അടുപ്പിക്കുമ്പോഴാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്ന കണ്ണീരോടുകൂടി ഈ പ്രാർത്ഥനാ വേള ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് പകരം TV ഓഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കറണ്ട് കെട്ടുള്ളപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുകയാണെങ്കിൽ എവിടെ പ്രാർത്ഥന ശരിയാവുന്നതാണ്? ആർക്കും വേണ്ടാത്ത ഒരു സമയം ദൈവത്തിന് കൊടുത്താൽ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥനയാവും? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശിഷ്ടമായ സമയമായിരിക്കണം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടത്. അങ്ങനെ പഠിച്ചു നോക്കുകയും അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ശക്തിയായിട്ട് തീരും. എനിക്ക് കൃത്യസമയത്ത് എനിക്ക് ഭക്ഷണം വേണം, പക്ഷെ പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ അതൊരു കാര്യമേയല്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്ക്, ദൈവത്തെ അവർ കണ്ടുമുട്ടുന്നുണ്ടോ? നമ്മൾ എന്താ അവർക്ക് കൊടുക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളോട് ഞാൻ വളരെ വളരെ സ്നേഹത്തോടുകൂടി പറയുന്ന ഒരു കാര്യങ്ങളാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിഞ്ഞ് വളരുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷമല്ല, ഗർഭവതിയായിരിക്കുമ്പോഴാണ് അത് ആരംഭിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഹൈന്ദവ പാരമ്പര്യം അനുസരിച്ച് ഒരു കുഞ്ഞ് ഗർഭവതിയായാൽ എന്താ ചെയ്യുന്നത്? അവിടെ പൂജാമുറികളൊക്കെ തന്നെയാണ് അവളെ ഇരുത്തുന്നത്. അവർക്ക് പാലും പഴമൊക്കെയാണ് അവൾക്ക് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭക്ഷണ സാധനങ്ങൾ അവളെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ട് അവളുടെ ഉദരത്തിൽ ഉരുവാകുന്ന ഈ കുഞ്ഞിന് വേണ്ടി ആറ്റുനോറ്റ് കാത്തു സൂക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവളെ ഇരുത്തും. അങ്ങനെ പാരമ്പര്യം നമുക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കൾ എന്താ ചെയ്യുന്നത്? ടിവിയുടെ മുമ്പിൽ നിന്നും നമുക്കിറങ്ങി നമുക്കൊരല്പസമയം വിശുദ്ധ വചനം വായിക്കാൻ നമുക്ക് സമയമുണ്ടോ? കുറ്റപ്പെടുത്തുകയാണെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ധരിക്കരുത്. എല്ലാ ജോലിയുടെയും പുറകെ പോവുകയാണ് ഈ ഗർഭാവസ്ഥയിലും. എങ്ങനെ ശരിയാവും? എങ്ങനെ നമ്മുടെ കുഞ്ഞ് അല്ലാതെ ഇങ്ങോട്ട് പാടാം, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ വരും? വളരെ വിശിഷ്ടമായ സമയമാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ കുഞ്ഞ് അവൾ ഗർഭിണിയാകുമ്പോൾ അവളെ നമ്മൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്? ബന്ധുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും സ്നേഹിതരും എല്ലാവരും ഏറ്റവും വളരെ കരുതലോടുകൂടിയാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഭാരങ്ങൾ കൊടുക്കുന്നത്. നമ്മളിതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം വളരെ പ്രതിഷേധങ്ങളായിട്ട് ഈ കുഞ്ഞെ പ്രകടിപ്പിക്കും. ആയതിനാൽ എന്നെ കേൾക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുക, ഈ കുടുംബജീവിതത്തിൻ്റെ ആണികൾ എന്ന് പറയുന്നത് ദൈവം തരുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ
പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കും, പ്രാർത്ഥനയോടുകൂടി അവരെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരും. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ എനിക്കൊരു വൈദികനെ അറിയാം. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, പിതാവേ, ഞാനിവിടെ വന്നതിന് ശേഷം ഇപ്പോൾ കുറേ നാളായി, അതിന് ശേഷം 75 കുഞ്ഞുങ്ങൾ ഈ ഇടവകയിൽ പറഞ്ഞു. ഒരു കുഞ്ഞു പോലും ആശുപത്രിയിൽ പ്രസവിച്ചിട്ടില്ല, ഒരു കുഞ്ഞിന് പോലും ഒരു കുഴപ്പമില്ല. അവർ നല്ല ദൈവഭക്തരായി മിടുക്കരായിട്ട് അവർ വളർന്നു വരികയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാരണം ഇതാണ്, ഒരു കുഞ്ഞ് ഇടവകയിൽ ഗർഭിണിയായി എന്ന് മനസ്സിലായാൽ ഈ വികാരിയച്ഛന്, ട്രസ്റ്റി, സെക്രട്ടറി, സൺഡേ സ്കൂൾ അധ്യാപികയും എന്ന് വേണ്ട എല്ലാവരും കൂടി ഈ കുഞ്ഞിനെടുത്ത് ചെല്ലുകയാണ്. അവളോട് പറയുകയാണ്, മോളെ, നീയാണ് നമ്മുടെ ഇടവകയുടെ അനുഗ്രഹം, നീ ഒരു കുഞ്ഞിനെ സ്വർഗത്തിൽ നിന്ന് തരാനായിട്ട് ഇതാ കടന്നു വരികയാണ്, ഞങ്ങൾ നോക്കി പാർത്തിരിക്കുകയാണ് ഞങ്ങളുടെ ഇടവകയിലെ കുഞ്ഞുവാവെ. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ, ഒരച്ഛൻ പറഞ്ഞാൽ, ഒരു തിരുമേനി പറഞ്ഞാൽ, ഒരു ഇടവകയിലെ മക്കൾ പറഞ്ഞാൽ, വീട്ടിലെ അമ്മായിയപ്പൻ പറഞ്ഞാൽ,